വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ നമുക്ക് ഇന്ന് ക്രിസ്മസ് ആയിട്ട് നമുക്ക് എന്താ പറയുക 3-piece സെറ്റ് കാണിച്ചു. എല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഡിലേ വരുന്നതിന്റെ മെയിൻ റീസൺ നമുക്ക് ബോട്ടവും ദുപ്പട്ടയും സെറ്റ് ചെയ്യാൻ പറഞ്ഞോണ്ട് നമ്മൾ ശരിക്കും കുർത്തീസ് മാത്രമേ ഇവിടെ ഡിസൈൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ എല്ലാവർക്കും നമ്മൾ ബോട്ടവും ദുപ്പട്ടയൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിലേ വരുന്നുണ്ട്. അല്ലാതെ ടോപ്സ് നമ്മൾ മോസ്റ്റ്ലി എല്ലാം ഇവിടെ റെഡിയാണ്. ഈ പറഞ്ഞ ഒരു 15 വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ അതിനകത്ത് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. ബട്ട് നമുക്ക് ബോട്ടം ദുപ്പട്ടയും കൂടി പെയർ ചെയ്യുമ്പോൾ നമുക്ക് ടൈം വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിപ്പം 3-piece ആയിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് അധികം ഇങ്ങനെ ഒരു ഇതുപോലെ 3-piece സെറ്റിലോട്ട് ഇത് പ്യുവർ മൽച്ചന്തേരി ഫാബ്രിക്കിലോട്ട് ഹാൻഡ് വർക്ക് കൊടുത്തേക്കുന്നതാണ് കേട്ടോ. അതായത് എന്താ പറയാ നല്ല കരിഞ്ഞ മെറൂൺ കളറാണ് കേട്ടോ. ഇപ്പൊ റെഡ് ഒരുപാട് റെഡ് എല്ലാവരും യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇപ്പം ഷോപ്പിൽ വരുമ്പോഴും ഭയങ്കര റെഡ് വേണ്ടാന്ന് പറയുമ്പോൾ നല്ല മെറൂൺ കളറിലോട്ട്, അതും ഫാബ്രിക് നമ്മൾ ജോർജറ്റൊക്കെ വിട്ടിട്ട് മൽച്ചന്തേരി ഫാബ്രിക്കിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഇത് ഡൈ ചെയ്തേക്കുന്നതാണ്. സോ അതുകൊണ്ട് നമ്മളൊന്ന് ഫസ്റ്റ് ഒക്കെ ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ. കാരണം ഡൈ ചെയ്തേക്കുന്ന ഫാബ്രിക് അല്ലേ, അതായത് പ്യുവർ മല്ലോട്ട് നമ്മൾ ഡൈ ചെയ്തേക്കുന്നതാണ്. അതിനകത്തോട്ട് ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ള നെക്ക് പാറ്റേൺ കൊടുത്തിട്ട് ഇതുപോലെ ഒരു നെക്ക് ഷേപ്പ് കൊടുത്തിട്ട് മിഡിലെ പീസിലോട്ട് നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ലീവിന്റെ എൻഡിലോട്ട് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതായത് ഓൾ ഓവർ ടോപ്പിലും ആ ഒരു സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും സ്പെഷ്യൽ ഇത് പാനൽ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അനാർക്കലിയും പാനലും എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്നോട് പാനൽ ചെയ്യാനായിട്ട്. അപ്പോൾ പാനൽ സ്റ്റൈലിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് നല്ല എയർലൈൻ ടോപ്പ്. പിന്നെ ബോട്ടം തന്നെ സാൻഡൂണിന്റെ ബോട്ടം ആണ് കൊടുത്തേക്കുന്നത്. 3-piece സെറ്റ് വേണം എന്നുള്ളവർക്ക്. പിന്നെ ഇതിന്റെ ദുപ്പട്ട കണ്ടോ, ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ഭയങ്കര സോഫ്റ്റ്. ഇത് മൽ കോട്ടൺ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. എനിക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല എന്ത് ഫാബ്രിക് ആണെന്നുള്ളത്. ഇതിന്റെ വൺ സൈഡിലോട്ട് ഇതേപോലെ നമ്മൾ സ്കാൽപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, എല്ലാവരും ദുപ്പട്ടയിൽ എന്തെങ്കിലും വർക്ക് ചെയ്ത് തരുമോ എന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മളിതൊരു ചെയ്യിപ്പിച്ചെടുത്ത വർക്കാണ്. ഇതുപോലെ ഒരു സീക്വൻസ് വെച്ചിട്ടുള്ള സ്കാൽപ്പും നമ്മൾ ഫ്ലവറിന്റെ ഡിസൈനിലും സ്കാൽപ്പ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ്. അത് മാത്രമല്ല ഓൾ ഓവർ ഈ ഒരു ദുപ്പട്ടയിൽ സീക്വൻസും ഇത് സ്റ്റിക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഈ ഒരു സീക്വൻസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ, ഓൾ ഓവർ ചെയ്തിട്ടുണ്ട് നമ്മൾ അതിനകത്ത് ഫാബ്രിക്കിലോട്ട്. അപ്പം നല്ല ബ്യൂട്ടിഫുൾ. ദുപ്പട്ടയ്ക്ക് കുറച്ച് ലെങ്ത് കുറവാണ്, പക്ഷെ വൺ സൈഡ് ഇടുമ്പോൾ കാരണം വൺ സൈഡ് സ്കാലപ്പ് കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഇതുപോലെ വൺ സൈഡ് ഇടാനായിട്ട് ഇതുപോലെ ഉണ്ട് കേട്ടോ. ഈ ഒരു ദുപ്പട്ടയുടെ നല്ല ഭംഗിയായിട്ടോ. കരിഞ്ഞ കളർ, ഈ കാപ്പി കളറാണ് ഏറ്റവും രസം. ഞാൻ ഇതിന്റെ വർക്കിന്റെ ക്ലോസ് ആയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. ഇതുപോലെ ഒരു സിൽവർ കളർ ഒരു ഓഫ് വൈറ്റ് വരുന്ന ഒരു ബീഡ്സ് വെച്ചിട്ട് അതിന്റെ വർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ. ഈ ഒരു ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു വർക്ക് ഈ ഒരു ഷേപ്പാണ് കേട്ടോ. ഈ നെക്കിന് വന്നേക്കുന്ന ഈ ഒരു ഷേപ്പാണ്. ഇത് കണ്ടോ, ഹാൻഡ് വർക്ക് ഇതേപോലെ ഈ ഒരു വർക്കാണ്. സ്കാൽപ്പ് വർക്ക് വരുന്നത് ഇതുപോലെ കണ്ടോ. ഇതാണ് ഇതിന്റെ ഓൾ ഓവർ വരുന്ന വർക്ക്. ഞാൻ പറഞ്ഞ പോലെ ഓൾ ഓവർ ഫുള്ളി വർക്കാണ്. സ്റ്റിക്ക് ചെയ്തേക്കുന്നതല്ല, ഫുൾ വർക്കായിട്ടാണ് കൊടുത്തേക്കുന്നത്. നല്ല കരിഞ്ഞ ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ. അപ്പം ടോപ്പിന്റെ എൻഡിലോട്ടും ഇത് കണ്ടോ, ആ ഒരു പാനൽ അകത്തേക്ക് വെച്ചേക്കണേൽ എല്ലാം ആ ഒരു വർക്ക് വരുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെയാണ് അതിന്റെ വർക്ക് വരുന്നത് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രീമിയം ഒരു കുർത്തി സെറ്റായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതുപോലെ സ്ലീവിന്റെ എൻഡിലോട്ടും ആ വർക്ക് കൊടുത്തേക്കുന്നുണ്ട്. സ്ലീവിന്റെ എൻഡിലേക്കും ഈ ഒരു വർക്കും എൻഡിൽ ഇതുപോലെ സിൽവർ കളർ ബീഡ്സ് ഇട്ടിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ഈ ഒരു വർക്ക്. അപ്പം ഇതുപോലെ ബാക്ക് സൈഡ് ഇതിന്റെ പാനൽ ഇല്ല കേട്ടോ. ബാക്ക് സൈഡിലോട്ട് ഇതേപോലെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പാനൽ ഈ ഒരു സൈഡ് പാനലാണ് കൊടുത്തേക്കുന്നത്. ബോട്ടം വന്നിട്ട് പ്യുവർ ആയിട്ടുള്ള സാൻഡൂണിൽ, അത് ഏറ്റവും സ്പെഷ്യൽ. അതിന്റെ ബോട്ടം നല്ല ഫ്രണ്ടിൽ പടിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തേക്കുന്നത്. നല്ല കുറച്ച് ഒരു സെമി പലാസോ ആയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത് ലൈനിങ്ങിന്റെ കുറവാണെങ്കിൽ നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പലാസോ ബോട്ടാ കൊടുത്തേ. ഇപ്പൊ നമ്മള് ഒരു സ്ലിറ്റുള്ള ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വെയർ ചെയ്യുന്നു, ഒരു എയർലൈൻ പാറ്റേൺ ഒരു ബോട്ടമൊക്കെ ഇട്ട് വെയർ ചെയ്യുന്ന ഷോള്, അതിൽ നിന്ന് സ്റ്റൈലായിട്ട് വെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇത് കണ്ടോ. ഒരു ടോപ്പ് കുറച്ചൊരു ലൂസ് ഫിറ്റിൽ വന്നിട്ട് ബോട്ടം ഇതേപോലെ ഒരു പലാസോ ബോട്ടം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനൊരു ദുപ്പട്ട. ഇനി ദുപ്പട്ട ഇല്ലാണ്ടും വേറെ നല്ല ഭംഗിയാണ്. ഇതും 3-piece ഒരു വെറൈറ്റി സ്റ്റൈലിലേക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇതിന്റെ നെക്ക് കണ്ടോ, ഇതുപോലെ ഒരു ഗോട്ടയുടെ ലേസ് അല്ല, ത്രെഡ് കൊണ്ടുള്ള ഒരു വർക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ത്രെഡ് വർക്കും സീക്വൻസും എല്ലാം വെച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നെക്കിന്റെ വർക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കണ്ടോ, ഇതിന്റെ വർക്ക് കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട് ആ വർക്ക്. ഇതുപോലെ എന്നിട്ട് താഴേക്ക് ഈ ഒരു റെഡ് മെറൂൺ കാണുന്നത്, ഈ മിഡിലിൽ കാണുന്ന മെറൂൺ ഇല്ലേ, അത് ത്രെഡ് വർക്ക് ആണ് കേട്ടോ. ത്രെഡിന്റെ ഫ്ലവർ ആണ് ഇടയിൽ കണ്ടോ. എന്നിട്ട് ആ ബോഡിയിൽ ഇതേപോലെ ഒരു എംബ്രോയിഡറി വർക്കും ഉണ്ട് ഇതുപോലെ. എന്നിട്ട് ഇതുപോലെ ഒരു ആലിയ കട്ടിന്റെ ഷേപ്പ് ഇതുപോലെ ബസ് ലെവലിന്റെ മേലെ നിന്ന് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നേ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഷേപ്പ്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു
ഒരു ഭയങ്കര ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ കിടക്കും, ഇച്ചിരി ഭയങ്കര ലൂസായിട്ട് കിടക്കും, നല്ലൊരു സ്റ്റൈൽ ആയിട്ട് വരാം. ഇതിന്റെ സ്ലീവിന്റെ എൻഡിലോട്ടും നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ സ്ലീവിന്റെ എൻഡിലോട്ട് ഈ ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത് കണ്ടോ, ഒരു സീക്വൻസിന്റെ ഒരു ഫ്ലവർ ഡിസൈനും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓൾ ഓവർ ആ ബോഡിയിലും ഇതുപോലെ ഒരു ഫ്ലവറിന്റെ സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ദുപ്പട്ട ഇല്ലാണ്ട് വേറെ ചെയ്യുമ്പം ഇതൊരു സ്റ്റൈലായിട്ട് ഈ ഒരു ലുക്ക് ആയിരിക്കും കേട്ടോ. നമ്മൾ ഒരു ഭയങ്കര ലൂസായിട്ടുള്ള ഒരു ബോട്ടവും ഇതുപോലൊരു ഇതൊക്കെ എന്താ വെച്ചാൽ കുറച്ച് ലൂസ് ഫിറ്റ് വേണമെന്ന് ഒരു അങ്ങനത്തെ ഒരു ലുക്ക് വേണ്ടവർക്ക് ഇതേപോലെ ഉണ്ടാവും ഇതിന്റെ ലുക്ക്. ദുപ്പട്ട വൺ സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു മെഷീൻ വർക്ക് കൊണ്ടുള്ള ഒരു സ്കാൽപ്പാണ് നമ്മൾ ചെയ്തേക്കുന്നത് കണ്ടോ. ദുപ്പട്ടയുടെ എൻഡിൽ ഈ ഒരു ചെറിയ സ്കാൽപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ഓൾ ഓവർ ഇതുപോലെ സീക്വൻസും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അത് പോരാതെ നമ്മൾ ഈ ഒരു എംബ്രോയിഡറി ഇതിനകത്തോട്ട് ഇത് ചുമ്മാ ഒരു ഇതല്ല, എംബ്രോയിഡറി ചെയ്തേക്കുന്നത് കണ്ടോ. ഈ ഒരു എംബ്രോയിഡറി വർക്കും ചെയ്തിട്ടുണ്ട്. ദുപ്പട്ടയുടെ 4 സൈഡും സ്കാലപ്പ് എംബ്രോയിഡറി മെഷീൻ കൊണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ. അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ട് ഈ ഒരു ഫ്ലവർ ഡിസൈൻ 4 സൈഡ് ദുപ്പട്ടയുടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു ഡിഫറെൻറ്റ് ലുക്ക് വേണം എന്നുള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആണ്. ഇതുപോലെ നല്ലൊരു യോക്ക് ഉണ്ടോ, ഇതുപോലെ ഒരു വീട് ഷേപ്പ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് കട്ടിങ് എല്ലാം കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ്. അപ്പം ഇത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഈ ഒരു ലുക്ക് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. നല്ല കരിഞ്ഞ മെറൂൺ കളറാണ് ഏറ്റവും സൂപ്പർ. അപ്പം ഇതിന്റെയും എല്ലാ സൈസും അവൈലബിൾ ആണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ട് വിത്തിൻ 1 വീക്ക് നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത്.